വിസ്മീസ് ആരെയും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SP ടോക്സ്. അപ്പോൾ മച്ചാന്മാരെ ഇന്ന് നമ്മൾ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ പറയാനായിട്ട് വന്നേക്കുന്നത്. ഇപ്പൊ തന്നെ മിക്ക റിവ്യൂ ഒക്കെ പറഞ്ഞിറങ്ങി പടത്തിന്റെ ഏതാണ്ടൊക്കെ ആയി. പക്ഷെ എനിക്കിതിപ്പോ പറഞ്ഞ് ഇടാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഇത് കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ആ മാതിരി ഒരു ഫീല് കിട്ടിയ പടമാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ പറയാതെ എന്ന് വിചാരിച്ച് തരൺമൂർത്തി സാർ ഹാൻഡ്സ് ഓഫ്. ഇറ്റ് വാസ് എ മൈൻഡ് ബ്ലോയിങ് പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ലാലേട്ടനെ ഇങ്ങനെ കാണണമെന്ന് വിചാരിച്ച് കുറെ നാളായിട്ട് ഇരുന്നിട്ട് പോയി കണ്ട പടമാണ്. കൈയടിക്കാനും ചിരിക്കാനും ഒരുപാടുണ്ടായിരുന്നൊരു പടം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കുറെ നാളായിട്ട് ലാലേട്ടനെ എങ്ങനെ കാണണമെന്ന് വിചാരിച്ചോ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലാലേട്ടനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുകയാണ്. എന്ന് വെച്ചാൽ പുള്ളിക്ക് പുള്ളിയുടെ സ്പേസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും സിനിമയിലുള്ള എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് അവർ റോൾ ചെയ്തേക്കണം. ശോഭന മാം എല്ലാവരും നന്നായിട്ട് കണ്ട്. പിന്നെ അല്ലേ വില്ലൻ CI സാറ് പുള്ളി ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഒപ്പം കട്ടക്ക് നിൽക്കണ ഒരു വില്ലൻ. നമുക്ക് പുള്ളിനെ കാണുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നും. പുള്ളി ലാലേട്ടനായിട്ട് കട്ടക്ക് എന്ന് പറഞ്ഞാൽ കട്ടക്ക് നിന്ന് തന്നെ രണ്ടുപേരും. പിന്നെ ഇവിടെ തന്നെ അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ജെയ്ക്സ് ബിജോ ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ഓരോ സീൻ ഇപ്പം അതിനെ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് തന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഫാമിലി ഇതായിട്ട് പോകുന്ന ടൈമിൽ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് കൊടുക്കേണ്ട രീതിക്ക് അങ്ങനെ. സെക്കൻഡ് ഹാഫ് ഇട്ട് വരുമ്പോൾ എങ്ങനെയാണോ അതിന് കൊടുക്കേണ്ടത്, ഓരോ സീൻ എങ്ങനെയാണ് എലിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതേ രീതിക്ക് നമുക്ക് ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. അതിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത പോലെ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. അതുപോലെയാണ് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ കുറെ പേര് ലാലേട്ടൻ അഭിനയിക്കാൻ അറിയില്ല, അഭിനയം മറന്നുപോയി, മുഖത്തെ എക്സ്പ്രഷൻ വന്നില്ല, അങ്ങനെ പറഞ്ഞ് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ പടം പോയി കാണും. എന്നിട്ട് ഇനി പറ പുള്ളിക്ക് എങ്ങും പുള്ളി ഇവിടെ തന്നെ പുള്ളിക്ക് അഭിനയിക്കാനും അറിയാം, എല്ലാം അറിയാം. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി തകർന്നു. അത് നമുക്ക് ഈ സിനിമ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട പടമാണ്. എന്ന് വെച്ചാൽ കൈയടിച്ച് ഒച്ചപ്പാടുണ്ടാക്കി ചിരിച്ച് കരഞ്ഞ് എല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കണ്ടൊരു പടം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ എല്ലാവരും പടം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വിസ്മീസ് ആരെങ്കിലും സൈനിങ് ഓഫ്.